ഇതേ സർവശക്തിയുള്ള ദൈവമാകിയാൽ ഈ വർഷക്കാലം പാട്ടുപാടിയതുപോലെ നമുക്ക് ദൈവസന്നിധിയില് അല്ലെങ്കിൽ ദൈവത്തോട് അടുത്ത് വസിപ്പാൻ ദൈവം ഇടയാക്കട്ടെ. അല്പസമയം ദൈവവചനത്തിന്റെ മുൻപാകെ നമ്മളാകുവാൻ പോവുകയാണല്ലോ. അല്ലെങ്കിൽ പ്രാർത്ഥനാപൂർവം ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് ആ നല്ല നിലത്ത് വീണ വിത്ത് പോലെ പൂർവേനെ വിളയുവാൻ ദൈവം ഈ വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ നമുക്കിടയാക്കേണ്ടതിന് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവിനെ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിക്കേണ്ടതിന് ആത്മാവിൽ എഴുതിയ വചനം, ഇരുവായ്ക്കുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ വചനം, നമുക്ക് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വിടുതൽ തരുന്ന വചനം ഇന്ന് രാത്രികാലം കർത്താദാസൻ സംസാരിക്കുമ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകുവാൻ ആവശ്യമായ കൃപ, വരത്തിലെ ശക്തിയും ബലവും നമ്മുടെ മേൽ പകർന്നു തരേണ്ടതിന് ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കാം. വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിന്റെ ധന്യ തിരുനാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന ബഹുമാന്യ ദേവദാസി, ശബ്ദപരിധിയിൽ സോഷ്യൽ മീഡിയയിലൂടെയും എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദസ്തുല്യ നാമത്തിന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അതോടൊപ്പം പുതുവർഷ ആശംസകളും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷം നമ്മളെ വിട്ട് പുതിയ വർഷത്തിലേക്ക് 2025 ആണ്ടിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷം കർത്താവ് അത്ഭുതകരമായി നമ്മളെ നടത്തി നമ്മുടെ ജീവനെ പരിപാലിച്ചത് കൊണ്ടാണ് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ, ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമുക്ക് അവസരം തന്നത്. ഞാനും ദൈവത്തിന് നന്ദി പറയുകയാണ്. 2024 എന്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട, എന്റെ കുടുംബത്തിന്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വർഷമായിരുന്നു. അതിന് കാരണമെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ, ദൈവ ശബ്ദം കേൾക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകി. അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഈ 2025 കർത്താവ് തരുന്ന ആയുസ്സിൽ ഏറ്റവും കൂടുതൽ ദൈവ സാന്നിധ്യം അനുഭവിച്ച് ദൈവ ശബ്ദം കേട്ട് മുൻപോട്ട് പോകുവാൻ കർത്താവിന്റെ സഹായത്തിനായി ഞാൻ ദൈവസന്നിധിയിലായിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് അനുഗ്രഹമാണ്. വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുകയും ചെയ്യുന്നു. നിങ്ങളോട് പറയുവാൻ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് ചില ദൂതുകൾ 2025 ആരംഭ ദിവസം തന്നെ ദൂതുകൾ കൈമാറിയിട്ടുണ്ട്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം. ഒരു ഭാഗത്തു നിന്ന് മാത്രമല്ല, പല ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവശബ്ദം എന്നോട് സംസാരിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ ദൈവത്തിന്റെ അരുളപ്പാടിന് മുൻപിൽ, ആലോചനയ്ക്ക് മുൻപിൽ കേൾവിക്കാരായിരിക്കുന്ന എല്ലാവരോടും ദൈവത്തിന്റെ ആത്മാവ് വ്യക്തിപരമായി സംസാരിക്കും. വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കണം. ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിക്കാൻ. ശിഷ്യന്മാർ സകലതും വിട്ട് യേശുവിനെ അനുഗമിക്കുവാൻ തുടങ്ങി. അനുഗമിക്കുന്ന ശിഷ്യന്മാരോട് ഞാനൊരു കാര്യം പറയാം. ഇന്നും നമ്മളെല്ലാം അനുഗമിക്കുന്നവരാണ്. അനുഗമിക്കുക എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുക എന്നോ ആരാധിക്കുക എന്നോ ദൈവശബ്ദം കേൾക്കുക എന്നുള്ളതല്ല. ഒരു കർത്താവ് തന്നെ പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിക്കണം, എന്നിട്ട് തന്റെ ക്രൂശ് എടുക്കണം, എന്നിട്ട് യേശുവിനെ അനുഗമിക്കണം. അപ്പോൾ ത്യജിക്കേണ്ടതിനെ ത്യജിച്ച് വേർപാടിലൂടെ, വിശുദ്ധിയിലൂടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന ദൈവമക്കൾ യേശുവിനെ അനുഗമിക്കുകയാണ്. അങ്ങനെയുള്ളവരോട് ഞാൻ ഒന്നാമത് ദൂത് പറയാൻ പോകുകയാണ്. അനുഗമിക്കുന്ന ദൈവമക്കളാണ് പ്രാർത്ഥിക്കുന്നവര്, ആരാധിക്കുന്നവര്, ദൈവസന്നിധിയെ വലുതായി കാണുന്നവര്, ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കൊതിക്കുന്നവര്, ദൈവ ശബ്ദത്തിനു മുൻപിൽ സമർപ്പിക്കുന്നവരൊക്കെ അനുഗമിക്കുന്നവരുടെ ലക്ഷണങ്ങളാണ്. അങ്ങനെ അനുഗമിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഒന്നാമത് പറയട്ടെ, നിങ്ങളുടെ മുൻപിൽ നമ്മുടെ കർത്താവായ യേശുവുണ്ട്. 2025 ആരംഭ ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൈമാറുന്ന ഒന്നാമത്തെ ദൂത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെ നടത്തുവാൻ നിങ്ങളുടെ മുൻപിൽ യേശു കർത്താവുണ്ട്. അതെങ്ങനെയറിയാം? യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിക്കുക. അനുഗമിക്കുന്നവന്റെ മുൻപിൽ യേശുവുണ്ട്. അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ മുൻപിൽ പോകുന്നവനെ പിൻപറ്റുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മുൻപിൽ ഒരുവനുണ്ട്. ആരാണ് മുൻപിൽ ഉള്ളത്? ആരാണ് എന്നെ അനുഗമിക്കാൻ പറഞ്ഞത്? അത് യേശു കർത്താവാണ്. അങ്ങനെയാണെങ്കിൽ യേശുവിനെ അനുഗമിക്കുന്ന, ത്യജിക്കേണ്ടതിനെ ത്യജിച്ച് വിശുദ്ധിയോടും വേർപാടോടും കൂടെ പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും ദൈവശബ്ദത്തിലൂടെയും ദൈവ സാന്നിധ്യത്തിന്റെ അനുഭവത്തിലൂടെയും ദേവാലയത്തിന്റെ അന്തരീക്ഷത്തിലൂടെയും ഒക്കെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന യേശുവിനെ അനുഗമിക്കുന്ന ദൈവമക്കളുടെ ഒന്നാമത്തെ ദൂത് പരിശുദ്ധാത്മാവിൽ 2025 ആരംഭ ദിവസം പറയട്ടെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെ നടത്തുവാൻ നിങ്ങളുടെ മുൻപിൽ യേശുവുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഞാൻ വളരെ സന്തോഷത്തോടുകൂടിയാണ് ദൈവാത്മാവ് പിറക്കിയെടുത്ത് ദൈവാത്മാവ് ഈ ദിവസങ്ങൾ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. യേശു നിങ്ങളുടെ മുൻപിലുണ്ട്. യേശു നിങ്ങളുടെ മുൻപിൽ ഉണ്ടെങ്കിൽ അവൻ നിങ്ങളുടെ ഇടയനാണ്.
23-ാം സങ്കീർത്തനം പാടുവാനുള്ള അർഹതയും അവകാശവും നിങ്ങൾക്കും എനിക്കുമാണ്. ഇടയനാണെങ്കിൽ അവൻ നിങ്ങളെ നടത്തും, ഒന്നിനും ഒരു മുട്ടുണ്ടാകില്ല. എവിടെയൊക്കെയാണ് അവൻ നടത്തേണ്ടതെന്ന് ആ ഭാഗങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ അവൻ നടത്തും. വഴിയില്ലാതെ ഈ അനുഗമിക്കുന്നവരാരും വഴിയില്ലാതെ 2025 അലയത്തില്ല. കാരണം അവരെ വഴി നടത്താൻ ഒരു ഇടയൻ മുൻപിലുണ്ട്. ദാവീദ് പറഞ്ഞു, ഞാൻ എന്റെ ദൈവത്തെ എന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. അവൻ മുൻപിലാണെങ്കിൽ, യേശു മുൻപിലാണെങ്കിൽ 2025 നിനക്ക് വഴിയുണ്ട്. കാരണം അവൻ നടക്കുന്നതാണ് നിനക്ക് വഴി. നിന്റെ മുമ്പിൽ ശത്രു നിവർന്നു നിൽക്കത്തില്ല. കാരണം എന്റെ കർത്താവ് നിന്റെ മുൻപിലുണ്ടെങ്കിൽ ശത്രുക്കൾ ചിതറിപ്പോകും. നിനക്കൊന്നിനും ഒരു മുട്ടും ഉണ്ടാകുകയില്ല. അവന്റെ ശബ്ദം കേട്ട് എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. നീ അനുഗമിക്കുന്നവനാണെങ്കിൽ നീ ആടുകളായി മാറുകയാ. അനുഗമിക്കുകയാണെങ്കിൽ നിന്റെ മുൻപിൽ നടക്കുന്നവൻ ഇടയനായി മാറുകയാ. അങ്ങനെയാണെങ്കിൽ അവന്റെ ശബ്ദം കേട്ട് നടക്കുവാൻ 2025 ഭാഗ്യം ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. ഒന്നാമത്തെ ദൂത്, പരിശുദ്ധാത്മാവ് തന്ന ഒന്നാമത്തെ ദൂത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഏത് പ്രതിസന്ധിയിലും ഏത് പ്രശ്നത്തിലും ദൈവജനം ഒറ്റയ്ക്കല്ല. അനുഗമിക്കുന്നവൻ ഒറ്റയ്ക്കല്ല. വേർപാട് പാലിക്കുന്നവൻ ഒറ്റയ്ക്കല്ല. വിശുദ്ധിയോടുകൂടെ ജീവിക്കുന്നവൻ ഒറ്റയ്ക്കല്ല. പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ആ ദൈവശബ്ദത്തിന്റെയും അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ ഒറ്റയ്ക്കാകത്തില്ല. അവനെ നടത്താൻ യേശു മുൻപിൽ നോക്കിക്കൊണ്ട്, യേശു മുൻപിൽ നടക്കുന്നുണ്ട്, യേശു മുൻപിലുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ ദൂത്, യേശു നിന്റെ മുൻപിലുണ്ട്. രണ്ടാമത് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ ദൂത്, യേശുവിനെ അന്വേഷിക്കുന്നവൻ ആരും ലജ്ജിച്ചു പോകുകയില്ല. സങ്കീർത്തനം 25-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിനകത്ത്, നിന്നെ കാത്തിരിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകുകയില്ല. ദൈവത്തെ ഏത് വിഷയം വന്നാലും ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്നവനെ ലജ്ജിപ്പിക്കാത്ത ഒരു ദൈവം നിന്റെ മുൻപിൽ നടക്കുകയാണ്. ഏത് വിഷയം വരട്ടെ, ഏത് പ്രതിസന്ധി വരട്ടെ, ഏത് പ്രശ്നം വരട്ടെ, നീ മറ്റു ഭാഗങ്ങളിലേക്ക് നോക്കാതെ നിന്റെ മുൻപിൽ നടക്കുന്നവനെ ഫോക്കസ് ചെയ്താൽ, അവന്റെ ശബ്ദത്തിനായി കാത്തിരുന്നാൽ, അവനിലൂടെയുള്ള വിടുതലിനായി കാത്തിരുന്നാൽ, അവനെ ആശ്രയിച്ചാൽ നീ ലജ്ജിച്ചു പോകുകയില്ല. സങ്കീർത്തനം 25-3. നിന്നെ കാത്തിരിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകുകയില്ല. സങ്കീർത്തനം 34-5, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോകുകയില്ല. കാത്തിരിക്കുന്നവർ, അവങ്കിലേക്ക് നോക്കുന്നവർ. മൂന്നാമത്തേത് റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ, അവരിൽ വിശ്വസിക്കുന്നവർ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. അപ്പൊ ശ്രദ്ധിക്കണം, മുൻപിൽ നടക്കുന്നവന് ദൈവം മുൻപിലുണ്ട്, യേശു മുൻപിലുണ്ട്. നീ ഒറ്റയ്ക്കല്ല 2025. ഏത് കൂരിരുൾ താഴ്വരയിലൂടെ പോയാലും ദാവീദ് പറഞ്ഞതുപോലെ പറയാം. 23-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞ കൂരിരുൾ താഴ്വരയിൽ കൂടെ പോയാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം എന്താ? അവൻ എന്റെ കൂടെ ഉണ്ട്. കാരണം അവൻ എന്റെ പുറകിലാണെങ്കിൽ എനിക്ക് കാണാൻ കഴിയില്ല. ഇല്ല, അവൻ എന്റെ മുൻപിലാണ്. ഏതു സമയത്തും രാത്രിയോ പകലോ ആകട്ടെ എനിക്ക് അവനെ കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞ, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് സംഭവിക്കുന്ന സംഹാരകരെയും നിനക്ക് ഭയപ്പെടാനില്ല. നിന്റെ വശത്ത് 1000 പേരും വലതു ഭാഗത്ത് 10,000 പേരും വീഴട്ടെ, എങ്കിലും അവൻ നിന്നോട് അടുത്തു വരികയില്ല. കാര്യം എന്താണെന്നറിയാമോ? നിന്റെ മുൻപിൽ ഒരുവൻ നിനക്ക് കാണത്തക്കവണ്ണം നിന്നെ നടത്താനുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഈ ദൂത് ദൈവാത്മാവ് സംസാരിക്കുകയാണ്. 2025 ദൈവത്തിന്റെ ശബ്ദമായിട്ട്, ദൈവത്തിന്റെ അരുളപ്പാടായിട്ട്, ദൈവത്തിന്റെ ആലോചനയായിട്ട്, വെളിപ്പാടായിട്ട് ദൈവാത്മാവ് കരങ്ങളിലേക്ക് എടുത്തു തരികയാണ്. നീ ഒറ്റയ്ക്കല്ല. ആര് നിന്നെ വിട്ടുപോയാലും ഭാരപ്പെടണ്ട. നീ ഒറ്റയ്ക്കല്ല. നീ ഒറ്റയ്ക്കല്ല. നിന്റെ മുൻപിൽ കാണത്തക്കവണ്ണം നിന്റെ ദൈവം നടക്കും. ദൈവാത്മാവ് ഒരു ദൂത് ഇപ്പോൾ കയറി വരുന്ന ഒരു ദൂത് ഞാൻ പറയാം. നിന്റെ ശത്രു വലിയവനാണെങ്കിൽ, നിനക്കെതിരെ നിൽക്കുന്നവൻ വലിയവനാണെങ്കിൽ, നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന മേശ അതിലും വലുതായിരിക്കും. നിന്റെ ശത്രു വലുതാണെങ്കിൽ, നിനക്കെതിരെ നിൽക്കുന്നവൻ, നിനക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നവൻ, നിനക്ക് പ്രശ്നം ഉണ്ടാക്കുന്നവൻ, നിന്റെ സമാധാനത്തെ എടുത്തു കളയുവാൻ ശ്രമിക്കുന്നവൻ പ്രബലനായാൽ, വലിയവനായാൽ, അതിലും വലിയ മേശ അവൻ ഒരുക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുക. 2025 നിനക്കെതിരെ നിൽക്കുന്ന ശത്രുക്കളുടെ മുൻപിൽ എന്റെ ദൈവം മേശ ഒരുക്കുന്നതിനെ മാനിക്കും. അങ്ങനെയാണെങ്കിൽ ശത്രു പ്രബലനാണെങ്കിൽ, വലിയവനാണെങ്കിൽ, അത്രയും വലിയ മേശ അവനെ കാണത്തക്കവണ്ണം നിനക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ വചനത്തിലൂടെ ആ ദൈവാത്മാ വചനം വെളിപ്പാട് തരികയാ.
ഞാൻ സന്തോഷിക്കുക. എനിക്കെതിരെ 1000 നടന്നു എന്നാൽ ഞാൻ അത്രയും സന്തോഷിക്കണം. ആ 1000 പേരുടെ മുൻപിൽ എനിക്ക് വേണ്ടി വലിയ മേശ, അവർ ലജ്ജിക്കത്തക്കവണ്ണം. നിന്നെ വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകുമെന്ന് വചനം പറയുമ്പോൾ അവർ ലജ്ജിക്കത്തക്കവണ്ണം നിനക്ക് വേണ്ടി മേശ ഒരുക്കി നിന്നെ മാനിക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. 2024 ഞാനത് കണ്ടു നടന്നവനാണ്. ഹല്ലേലൂയ. ദൈവം ഇതിലെ നിന്റെ മുൻപിൽ മേശ ഒരുക്കി നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്കെതിരെ എത്ര പേർ വന്നാലും, നിനക്കെതിരെ സംസാരിച്ചാലും, നിനക്കെതിരെ പ്രവർത്തിച്ചാലും ഒന്നും ഭാരപ്പെടേണ്ട കാര്യമില്ല. നിന്റെ മുൻപിൽ ഒരുവനുണ്ട്. അവൻ നിനക്ക് അവരുടെ മുൻപിൽ മേശ ഒരുക്കി നിന്നെ മാനിക്കുന്ന ഒരു ദൈവമാണ്. ശ്രദ്ധിക്കണം. അടുത്തൊരു ദൂത് മർക്കൂസിന് സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിനകത്ത് യോഹന്നാൻ സ്നാപകൻ ഏകദേശം 400 വർഷത്തെ ഇരുണ്ട കാലഘട്ടത്തിന് ശേഷം, ദൈവശബ്ദം കേൾക്കാനില്ലാത്ത ഒരു കാലഘട്ടം, ദൈവസാന്നിധ്യം അനുഭവിക്കാനില്ലാത്ത ഒരു കാലഘട്ടം, ദൈവത്തിന്റെ ആത്മാവുള്ളവരെ ആരെയും കാണാനില്ലാത്ത, ദൈവത്തിന്റെ പ്രവാചകന്മാർ രംഗത്ത് വരാത്ത ഒരു കാലഘട്ടത്തിൽ, അത് ഈ ഇരുണ്ട കാലഘട്ടം കഴിഞ്ഞ് യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിലെ ശബ്ദമായിട്ട് രംഗത്ത് വരികയാണ്. ഒരു വലിയ പ്രവാചക ശബ്ദമായിട്ട് രംഗത്ത് വരികയാണ്. ദൈവത്തിന്റെ അരുളപ്പാട് അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ ജനമെല്ലാം അമ്പരന്നു, ജനമെല്ലാം ഭയന്നു. ഇവന്റെ സന്നിധി, ഇവനെ വലിയ ആളായിട്ട് അവർ കാണുകയാണ്. അവരെല്ലാം ഇവനെ ബഹുമാനിക്കുക, അംഗീകരിക്കുക. അവന്റെ അടുക്കിലേക്ക് ആളുകൾ ഓടിക്കൂടുകയാണ്. ആ സമയത്ത് ജനമെല്ലാം ഇവനെ വലിയവനെന്ന് കാണുന്ന സമയത്ത് ആ ജനത്തെ നോക്കിക്കൊണ്ട് യോഹന്നാൻ പറഞ്ഞൊരു വാക്ക് 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലുണ്ട്. എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ എന്നിലും ബലമേറിയവനാണ്, അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ശ്രദ്ധിക്കണമേ, എല്ലാവരും വലിയവനായിട്ട് യോഹന്നാൻ സ്നാപകനെ കാണുമ്പോ യോഹന്നാൻ സ്നാപകൻ പറയുന്ന കാര്യമാണ്, എന്നിലും ബലമേറിയ ഒരുവൻ വരുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിലെ ആരൊക്കെ നിന്നെ ഉയർത്താൻ ശ്രമിച്ചാലും 2025 നിന്റെ പശ്ചാത്തലം കൊണ്ട് നിനക്ക് സ്വയം ഉയരാനുള്ള അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിലും, നിന്റെ വിദ്യാഭ്യാസം കൊണ്ട്, നിന്റെ പണം കൊണ്ട്, നിന്റെ ജോലി കൊണ്ട്, അല്ലെങ്കിൽ നിന്റെ കഴിവുകൾ കൊണ്ട് നിനക്ക് ഉയർത്തപ്പെടാനുള്ള ഏത് അവസരങ്ങൾ മുൻപിൽ വന്നാലും നിന്നെക്കാൾ വലിയ ഒരുവനെ കണ്ടുകൊണ്ട് വേണം നീ മുൻപിൽ ജീവിപ്പാൻ. യോഹന്നാൻ സ്നാപകന് വേണമെങ്കിൽ ഈ ജനത്തിന്റെ മുഴുവൻ ആ ബഹുമാനം സ്വീകരിക്കാവുന്ന സമയമാണ്, ആദരവുകൾ സ്വീകരിക്കാവുന്ന സമയമാണ്, സ്വയം ഉയർത്തപ്പെടാവുന്ന ഒരു സമയമാണ്. പക്ഷേ അവൻ പറയുകയാണ്, ഇല്ലില്ലില്ലില്ല, എന്നിലും ബലമേറിയവൻ പുറകിൽ വരുന്നുണ്ട്. ഇന്ന് ഈ 2025 ആദ്യത്തെ വ്യാഴാഴ്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ പറയട്ടെ, എത്ര പുകഴുവാൻ അവസരം കിട്ടിയാലും നിന്റെ മുൻപിൽ നടക്കുന്നവനെ വിലയേറിയവനായി, ബലമേറിയവനായി, ഉയർത്തപ്പെടേണ്ടവനായി നീ കണ്ടാൽ നീ ഒരിക്കലും താഴ്ത്തപ്പെടുകയില്ല. ഈ ദൂത് എത്ര പേർ സ്വീകരിക്കുന്നുണ്ട്? നീ യേശുവിനെ, നിന്റെ മുൻപിൽ നടക്കുന്ന യേശുവിനെ നിന്നേക്കാൾ ബലമേറിയവനായി, നിന്നേക്കാൾ ഉയർന്നവനായി, ഉയർത്തേണ്ടവനായിട്ട് നീ കണ്ടാൽ, നിന്നിലൂടെ അവന്റെ നാമത്തെ നീ ഉയർത്തിയാൽ നീ ഒരിക്കലും താഴ്ത്തപ്പെടുകയില്ല. ദൈവം നിന്നെ ഉയർത്തും. ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. 2 കാര്യം അതിനകത്തുണ്ട്. ഒന്ന്, യോഹന്നാൻ സ്നാപകൻ പറയാണ്, എന്റെ പിന്നാലെ വരുന്നവൻ എന്നിലും ബലമേറിയവനാണ് എന്ന് പറഞ്ഞാൽ, എന്നെ കേൾക്കുന്ന ഇതിലേ നീ ആരാധിക്കുന്ന ദൈവം നിന്നേക്കാൾ ബലമേറിയവനാണ്, ശക്തിയുള്ളവനാണ്. നീ വിശ്വസിച്ചാൽ നിന്റെ വിഷയത്തിന് മുൻപിൽ, നിനക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിഷയത്തിന് മുമ്പിൽ, നിനക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയാത്ത വിഷയത്തിന് മുൻപിൽ നിനക്ക് അവനെ മുൻപിൽ നിർത്താൻ പറ്റും. നീ അവനെ ബലമേറിയവനായി കണ്ടാൽ നിനക്ക് അവനെ ആശ്രയിക്കാൻ പറ്റും. ആസ പ്രാർത്ഥിച്ചതുപോലെ, ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായാൽ കാര്യം തീർക്കുവാൻ എന്റെ കർത്താവെ നീ അല്ലാതെ ഞങ്ങൾ കാര്യമില്ല. ആശ്രയിക്കാൻ പറ്റും. എന്നെ കേൾക്കുന്ന ഇതിലെ ചില വിഷയങ്ങൾ നിനക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ വന്നേക്കാം. നിന്റെ ബലം കൊണ്ട്, നിന്റെ പഠിത്തം കൊണ്ട്, നിന്റെ വിദ്യാഭ്യാസം കൊണ്ട്, നിന്റെ ജോലി കൊണ്ട്, നിന്റെ കുടുംബ പശ്ചാത്തലം കൊണ്ട്, നിന്റെ സാമ്പത്തികം കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ വരുമ്പോൾ ആരുടെ നീ ഓർക്കണം, നിന്നെക്കാൾ ബലമേറിയ ഒരുവൻ നിന്റെ മുൻപിലുണ്ട്, നിന്നെ നടത്താനുണ്ട്. അവൻ ശക്തിയുള്ളവനാണ്, അവൻ നിന്നിലുള്ളവനേക്കാൾ വലിയവനാണ്, ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്.
ഇന്ന് പകൽ എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഞാൻ ആരാധിക്കുന്നവൻ എന്നേക്കാൾ വലിയവൻ മാത്രമല്ല, ഈ ലോകത്ത് എനിക്കെതിരെ വെളിപ്പെടുന്ന ഏത് ശക്തിയേക്കാൾ വലിയവനാണ് എന്റെ ദൈവം. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഉറപ്പുവരുത്തുക, എന്നേക്കാൾ വലിയവനാണ് എന്റെ കർത്താവ്. അത് ദൈവമക്കൾ ഉറപ്പുവരുത്തണം. ഞാൻ എന്നുള്ള ഭാവം 2025 തൂത്തെറിയപ്പെടണം. ഞാനല്ല, എന്നേക്കാൾ വലിയ ഒരുവനുണ്ട്. അതാണ് ശമൂവേൽ പറഞ്ഞത്. ശമൂവേലിനെ എല്ലാ ജനമെല്ലാം കൂടെ നീ പ്രാർത്ഥിച്ചാൽ വിടുതലാന്ന് പറഞ്ഞ് ശമൂവേലിനെ ഉയർത്തുമ്പോൾ ശമൂവേൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് പറയുകയാണ്, ഇത്രത്തോളം യഹോവ, മേളിലോട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ജനമെല്ലാം ശമൂവേലെ, നീ ഉണ്ടായതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്, നീ ഉണ്ടായതുകൊണ്ടാണ് യുദ്ധം ജയിച്ചത്, നീ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്, നീ പ്രാർത്ഥന മതിയാക്കരുതെന്ന് പറഞ്ഞ് അവനെ ഉയർത്തുമ്പോൾ അവൻ ജനത്തിന്റെ മുമ്പിൽ പറയുകയാണ്, ഇല്ല, ഞാനല്ല ഉയർത്തപ്പെടേണ്ടത്, എന്നേക്കാൾ വലിയ ഒരുവൻ എന്റെ തലയ്ക്ക് മുകളിലുണ്ട്. ഇത്രത്തോളം അവനാണ് ഞങ്ങളെ സഹായിച്ചത്, അവനാണ് നമ്മളെ സഹായിച്ചത്, അതുകൊണ്ട് മഹത്വം അവന് കൊടുക്കണം. ഇത്രത്തോളം യഹോവ സഹായിച്ചു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഏത് വിഷയമുണ്ടെങ്കിലും ദൈവത്തിന് മഹത്വം കൊടുക്കണം. നിന്നേക്കാൾ ബലമേറിയവനാണ്, നിന്നേക്കാൾ ശക്തനാണ് എന്റെ ദൈവം എന്നുള്ള ബോധ്യത്തിൽ നീ അവന്റെ പുറകെ നടക്കണം. എനിക്ക് കഴിയും, ഞാനില്ലെങ്കിൽ നടക്കില്ല. ആ വാക്കുകളൊക്കെ ആലരി അഹങ്കാരത്തിന്റെ, അഹംഭാവത്തിന്റെ, സ്വയം നീതിയുടെ ആത്മാവിന്റെ വ്യാപാരമാണ്. ശാസിക്കപ്പെടണം അതിനെ. എന്നിട്ട് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതുപോലെ എന്റെ പിന്നാലെ വരുന്നവൻ എന്നിലും ബലമേറിയവനാ. അന്ന് അവൻ അങ്ങനെ പറഞ്ഞെങ്കിൽ എനിക്കും നിനക്കും ഇങ്ങനെ പറയാം, എന്റെ ഉള്ളിലുള്ളവൻ എന്നെക്കാൾ ബലമേറിയവനാ, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ബലമേറിയവനാ. എന്റെ സകല പ്രശ്നത്തിനും പരിഹാരം വരുത്തുവാൻ കഴിവുള്ള കരുത്തുറ്റ ദൈവമാണ് എന്റെ അകത്തുള്ളത്. എന്റെ സകല ചോദ്യങ്ങൾക്കും ഉത്തരം തരാൻ കഴിവുള്ള കരുത്തുറ്റ ദൈവമാണ് എന്റെ അകത്തുള്ളത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി 2025 അത്ഭുതങ്ങൾ അവൻ ചെയ്യും. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പൊ ശ്രദ്ധിക്കണം ദൈവമക്കൾ. വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നു. നയമാൻ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ, ഒരു രാജ്യത്തിന്റെ വലിയ പരാക്രമശാലി എന്ന് രാജാവ് വരെ അംഗീകരിച്ച ഒരു വലിയ മനുഷ്യൻ, അവന് കുഷ്ഠം വന്നപ്പോൾ അവന്റെ വീട്ടിലെ ഒരു ദാസിയായ ഒരു കൊച്ചു സഹോദരി പറഞ്ഞു, ഞങ്ങളുടെ ദേശത്ത് ഒരു പ്രവാചകനുണ്ട്, അവന്റെ അടുക്കിലേക്ക് ചെന്നാൽ സൗഖ്യമുണ്ടാകും ഞങ്ങളുടെ യജമാനന്, നിനക്ക് സൗഖ്യമുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ഈ നയമാൻ വലിയൊരു സമ്മാന കിഴിയുമായിട്ട്, പണസഞ്ചിയുമായിട്ട്, അവന്റെ സ്റ്റാറ്റസിനനുസരിച്ച്, അവന്റെ പ്രൗഢിക്കനുസരിച്ചുള്ള ആ പണസഞ്ചിയുമായിട്ട് അവൻ ശമരിയിലേക്ക് വരികയാ, പ്രവാചകന്റെ വീട്ടിലേക്ക് വരികയാ. അവന്റെ കയ്യിൽ വലിയൊരു സമ്മാന പൊതിയുണ്ട്. അവന്റെ ആ പ്രൗഢിക്കനുസരിച്ച്, അവന്റെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള ഒരു വലിയ സമ്മാന പൊതി അവന്റെ കയ്യിലുണ്ട്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവാത്മാവിനോട് സംസാരിക്കുന്നു. ഈ പ്രവാചകൻ, എലീശ പ്രവാചകൻ, അവൻ വന്നു എന്നറിഞ്ഞപ്പോൾ, ആ രഥം വന്നു എന്നറിഞ്ഞപ്പോൾ ഇവൻ ഇറങ്ങിച്ചെന്നില്ല. ഇറങ്ങിച്ചെല്ലാതെ പറഞ്ഞു, ദാസനെ വിട്ട് പറയിപ്പിച്ചു. അവന്റെ വിഷയം ദൈവാത്മാവ് പറഞ്ഞിട്ടുണ്ട്, നീ തിരിഞ്ഞു പോകുന്ന പോക്കിൽ യോർദാൻ എന്ന് പറയുന്ന ആ നദിയിൽ ചെന്ന് 7 പ്രാവശ്യം മുങ്ങി ഉയർന്നാൽ നിന്റെ ഈ കുഷ്ഠരോഗം മാറും എന്ന് പറഞ്ഞ് മെസ്സേജ് കൊടുത്തു വിടുകയാണ്. ഇത് നല്ലൊരു പാഠമാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നമ്മുടെയൊക്കെ സ്വഭാവം എന്ന് പറയുന്നത് ലോകത്തിലുള്ളവരുമായി ബന്ധം സ്ഥാപിക്കുവാൻ നമ്മൾ പല രീതിയിൽ തത്രപ്പാടുപെടുന്നവരാണ്. ഒരു വലിയ നേതാവ് വന്നാൽ നമ്മൾ സമയം എടുത്തു നമ്മൾ അവനെ പോയി കാണുകയാണ്, അവനുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സന്തോഷമാണ്. ഈ ലോകത്തിലുള്ള ആത്മീയ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. വലിയൊരു പ്രസ്ഥാനത്തിന്റെ നേതാവ് വന്നാൽ സ്വീകരിക്കാൻ ആളുകൾ ഒത്തിരി പേരാ. അവനെ ഭവനത്തിൽ കൊണ്ടുപോയി സ്വീകരിക്കാൻ, കാരണം അവരുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നത് നമുക്ക് പിന്നീട് പറയാൻ കൊള്ളാവുന്ന കാര്യമാണ്. പക്ഷെ ഈ എലീശ പ്രവാചകൻ അതിന് സാധ്യത ഉണ്ടായിട്ടും അദ്ദേഹം പോയില്ല. എന്താ പോകാൻ? ഞാൻ ദൈവാത്മാവനോട് പറഞ്ഞു, കാരണം ഈ വന്നവനേക്കാൾ വലിയ ഒരുവനുമായി ബന്ധമുള്ളവനാണ് അവൻ. അവനേക്കാൾ വലിയവനായിട്ട് ഈ നയമാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ പ്രതിനിധി അവൻ കാണുന്നില്ല. അവന്റെ സമ്മാനത്തെ വലുതായി കാണുന്നില്ല. അവനേക്കാൾ വലിയ സമ്മാനമുള്ളവനാണ് അവന്റെ മുകളിൽ ഇരിക്കുന്ന അവന്റെ ദൈവം. ആ ദൈവവുമായി ബന്ധമുള്ളവൻ. എന്നെ കേൾക്കുന്ന ദൈവങ്ങളുടെ പരിശുദ്ധാത്മാവിൽ പറയട്ടെ, 2025 ഈ ഏറ്റവും വലിയവനായ, ബലമേറിയവനായ, കരുത്തുറ്റവനായ, നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ കഴിവുള്ളവനുമായ
നിന്റെ സകല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിവുള്ളവനുമായ ദൈവവുമായുള്ള ബന്ധത്തെക്കാൾ വലുതായിട്ട് ഈ ലോകത്തിലെ ഒരു ബന്ധത്തെയും നീ കാണാൻ പാടില്ല. നിന്റെ മുൻപിൽ അവൻ നടക്കണമെങ്കിൽ, നിന്റെ ശത്രുക്കളുടെ മുൻപിൽ അവൻ മേശി ഒരുക്കുന്നതിനെ മാനിക്കണമെങ്കിൽ, അവരെക്കാൾ വലുതായിട്ട് ഈ ലോകത്തിലെ ഒരു വ്യക്തിയെ നീ കാണാൻ പാടില്ല, ഒരു പ്രവൃത്തിയെ നീ കാണാൻ പാടില്ല. സമ്മാനവും വാങ്ങിച്ചില്ല, പോയി സ്വീകരിച്ചതുമില്ല. എന്നെ കേൾക്കും ദൈവം, ഇതിലെ കാര്യമെന്താ? അതിനേക്കാൾ വലിയ ഒരുവനെ സ്വീകരിച്ചവനാണ് ഇവൻ. പലയിടങ്ങളിലും എന്നെ കുറിച്ചുമുള്ള അപവാദമാണ്, പലയിടങ്ങളിലും എന്നെ കാണാറില്ലെന്ന്. അതിന് കാരണം കാണേണ്ടവനെ കണ്ടുകൊണ്ടിരിക്കുകയായതുകൊണ്ടാണ്. അതിനേക്കാൾ വലുതായിട്ടൊന്നും കാണാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. 2025 ആയുസ് വന്നാൽ അങ്ങനെ തന്നെ തുടരും. എലീശ ഇറങ്ങിച്ചെന്ന് സ്വീകരിച്ചായിരുന്നെങ്കിൽ, അകത്തെ മുറിയിലോട്ട് കൊണ്ടുപോയി അവൻ ആഗ്രഹിച്ചതുപോലെ കൊണ്ടുപോയി ഇരുത്തി ഒന്ന് ബഹുമാനിച്ചായിരുന്നെങ്കിൽ ആ ബന്ധം എന്നും നിലനിന്നേനെ. എപ്പോഴും പറയാമായിരുന്നു, ഓ, അരാം രാജാവിന്റെ സേനാധിപതിയായ നയമാൻ എന്റെ അടുത്ത ആളാണ്, ഞാൻ ഏത് കാര്യം പറഞ്ഞു വിട്ടാലും അവൻ സാധിപ്പിക്കും എന്നൊക്കെ പറയാൻ തക്കവണ്ണമുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാമായിരുന്നു. പക്ഷേ എലീശയ്ക്ക് ഒന്നറിയാം, ആ ബന്ധം താൽക്കാലികമാണ്, ആ ബന്ധം ശാശ്വതമല്ല. എന്നാൽ ശാശ്വതമായ ഒരു ബന്ധം എനിക്കുണ്ട്, അത് ഉയരത്തിലെ എന്റെ ദൈവമായുള്ള ബന്ധമാ. ആ ബന്ധം എന്നെ ആയുഷ്കാലം മുഴുവൻ ജയത്തോടെ നടത്തും, എന്നെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിലെ ബന്ധങ്ങളെ അതിരുകടന്ന ബന്ധങ്ങളാക്കി നിങ്ങൾ മാറ്റരുത്. അതിനപ്പുറമുള്ള ബന്ധം സ്വർഗത്തിലെ ദൈവവുമായിട്ടുണ്ടായിരിക്കണം, മുൻപിൽ നിന്ന് നിന്നെ നടത്തുന്ന ദൈവവുമായിട്ട് ഉണ്ടായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. ഒന്നാമത്തെ ദൂത്, നിന്റെ മുൻപിൽ നീ അനുഗമിക്കുന്നവനാണെങ്കിൽ നിന്റെ മുൻപിൽ നിന്നെ നടത്താൻ ഒരു ദൈവമുണ്ട്, നിനക്ക് വഴി തുറന്നു തരാൻ ഒരു ദൈവമുണ്ട്, നിന്റെ പേര് ചൊല്ലി നിന്നെ വിളിച്ചു നിന്നോട് സംസാരിച്ചുകൊണ്ട് നിന്നെ നടത്താൻ ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്റെ ശത്രുക്കളുടെ മുൻപിൽ നിന്നെ മാനിക്കുവാൻ തക്കവണ്ണം ബലമേറിയ ഒരു ദൈവമാണ്. 2, അവനെ നീ ബലമേറിയവനായി, നിന്നെക്കാൾ ബലമേറിയവനായി കാണണം, ലോകത്തിലുള്ളവനേക്കാൾ ബലമേറിയവനായി കാണണം. ഏതു സമയത്തും ഏത് വിഷയത്തിനും അവനെ ആശ്രയിക്കണം. 3, ഈ യാത്രയിൽ അവനേക്കാൾ വലിയവനായിട്ട് വേറൊരുവനെ നീ കാണാൻ പാടില്ല. അവനേക്കാൾ വലിയൊരു ബന്ധം വേറെ ആരുമായിട്ടും ബന്ധപ്പെടുത്താൻ സാധ്യമല്ല, പറ്റില്ല. അങ്ങനെ ചെയ്യരുത്. അത് പാസ്റ്റർ ആയിരിക്കാം, വലിയ സുപ്രീം പാസ്റ്റർ ആയിരിക്കാം, വലിയ പ്രവാചകനായിരിക്കാം, എല്ലാം അങ്ങനെയൊക്കെ പറയട്ടെ, പക്ഷേ പറ്റില്ല. അതിനേക്കാൾ വലിയ ബന്ധം എനിക്കുണ്ട്, അത് എന്നെ നടത്തുന്ന എന്റെ ദൈവമായിട്ടാണെന്ന് ഏതു സമയത്തും പറഞ്ഞു നടക്കുന്ന ഒരു ദൈവ പൈതലായിരിക്കണം എന്നെ കേൾക്കുന്ന ദൈവമക്കൾ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവം വൻ കാര്യങ്ങളെ ചെയ്യും. ഇനിയും അടുത്ത ദൂതിലേക്ക് കടക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ. അതിനായിട്ട് നമുക്കെല്ലാം സുപരിചിതമായ ഒരു വേദഭാഗത്തിലേക്ക് തിരിയാം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം നമുക്കെല്ലാം നന്നായിട്ട് അറിയാവുന്ന ഒരു വേദഭാഗമാണ്. അതിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അവസാന ഭാഗത്തിൽ, ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിൽ ഇരിക്കുന്നു. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിൽ ഇരിക്കുന്നു. എനിക്ക് വളരെ സന്തോഷം തരുന്ന ഒരു അധ്യായമാണ് ഈ 18-ാം അധ്യായം. യിരെമ്യാ പ്രവാചകനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഒരു പുരോഹിതന്റെ മകനായി ജനിച്ച ഒരുവൻ, ന്യായവിധിയെ കുറിച്ചും യഥാസ്ഥാപനത്തെ കുറിച്ചും പ്രവചിച്ച ഒരാൾ. അതുകൊണ്ട് തന്നെ വലിയ സ്വീകരണമൊന്നും കിട്ടിയില്ലെന്നാണ് പുസ്തകം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കണ്ണുനീരിന്റെ പ്രവാചകൻ. കാരണം സ്വീകരണത്തിന് പകരം കല്ലേറാണ് കിട്ടിയത്, ഉപദ്രവമാണ് കിട്ടിയത്. കാരണം അദ്ദേഹം പ്രവചിച്ചത് മുഴുവൻ ന്യായവിധിയെ കുറിച്ചാണ്. അകന്നുപോയ ദൈവജനത്തെ, അകന്നുപോയവർ അടുത്തില്ലെങ്കിൽ ദൈവത്തിന്റെ ശിക്ഷാവിധി നിങ്ങളുടെ മേൽ വെളിപ്പെടും. ദൈവം നിങ്ങളിൽ നിന്ന് അകന്നു പോകും. ദൈവത്തോട് അടുത്തു ചെല്ലുന്നവന്റെ അടുക്കലേക്ക് മാത്രമേ ദൈവം അടുത്തു ചെല്ലത്തുള്ളൂ. നിങ്ങൾ അകന്നാൽ ദൈവം അകലുമെന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ട്, അങ്ങനെ അകന്നാൽ ശത്രു കയറും. ശത്രു കയറിയാൽ അഡ്രസ് പോകും, അവൻ നശിപ്പിക്കും.
എന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഈ അടുക്കണം, ദൈവത്തോട് അടുക്കണം, വേർപാട് പാലിക്കണം, വിശുദ്ധി പറയണം എന്നൊക്കെ പറഞ്ഞാലൊന്നും ആർക്കും താല്പര്യമുള്ള കാര്യമല്ല. ഇന്ന് ഈ സഭകളിൽ നിന്നും ഈ പ്രസംഗങ്ങളിലൊന്നും വേർപാടിനെ കുറിച്ചൊന്നും പറയാൻ പാടില്ല. എന്നെ പോലുള്ള ആളുകൾക്ക് വലിയ സ്വീകരണമൊന്നും കിട്ടാത്തതൊരു കാര്യം അതാണെന്ന് എനിക്കറിയാം. കാരണം വേർപാട് പറഞ്ഞാൽ, വിശുദ്ധി പറഞ്ഞാൽ, ദൈവവചനം യഥാർത്ഥമായി പറഞ്ഞാൽ അധികാരമൊന്നും പ്രസംഗിക്കാൻ പറ്റുകയില്ല. എല്ലാവരും അങ്ങനെ വിളിക്കുകയില്ല. കാരണം ഇഷ്ടമല്ല, ആളുകൾക്ക്, സഭയ്ക്കകത്തുള്ളവർക്ക് ഇഷ്ടമല്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ വേർപാട് കേട്ടോണ്ടല്ല അവർ രക്ഷിക്കപ്പെട്ടത്. ദൈവം തന്നെ അനുഗ്രഹിക്കും. ഇങ്ങോട്ട് വന്നാൽ സൈക്കിള് വന്നാൽ കാർ കിട്ടും, കാറിൽ വന്നാൽ ലോറി കിട്ടും, ലോറിയെ വന്നാൽ ഫ്ലൈറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞു കയറി വന്നതാ. അങ്ങനെ വന്നവരോട് വിശുദ്ധി വേണം, വേർപാട് വേണം, ലോകത്തോട് അനുരൂപരാകരുത്, ലോകസ്നേഹം ശത്രുത്വമാണ്, ലോകം കാണിക്കുന്നത് പോലുള്ള കോപ്രായങ്ങൾ പെന്തക്കോസ്തുകാർ കാണിക്കുന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടപ്പെടുകയില്ല, സ്വീകരിക്കുകയില്ല. വസ്ത്രം എങ്ങനെയായിരിക്കണം, അത് ഉടുക്കേണ്ടത് എങ്ങനെയായിരിക്കണം, ശരീരം എങ്ങനെയാ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടപ്പെടുകയില്ല. റോമർക്കെഴുതിയ ലേഖനം നമുക്ക് വായിച്ച് 12 അധ്യായം വായിച്ച് പ്രസംഗിക്കാൻ പറ്റുമോ? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമാക്കി സമർപ്പിപ്പിൻ. അടുത്ത വാക്ക്, നിങ്ങൾ ലോകത്തിന് അനുരൂപരാകാതെ. അപ്പൊ വേണ്ട മനസ്സ് മതി, എങ്ങനെയും പാടിയാ മതി എന്നൊക്കെ ഇന്നത്തെ അങ്ങനെ പറയുന്നവർക്ക് ഒത്തിരി സീറ്റ് കിട്ടും. ഒത്തിരി നാൾ പാസ്റ്റായിട്ട് ഇരിക്കാം, ഒത്തിരി നാൾ പ്രസംഗിക്കാം, നോ പ്രോബ്ലം, ചെയ്തോട്ടെ. പക്ഷെ സ്തേഫാനോസ് ഒരു പ്രസംഗിച്ചു, പക്ഷെ സ്വർഗം തുറന്നു. ഞാൻ അത് പിൻപറ്റുന്നയാളാണ്. അപ്പൊ വേർപാടിനെ കുറിച്ച് പറയാൻ പറ്റില്ല, കേൾക്കാൻ താല്പര്യമുള്ളവരില്ല, സ്വീകരണം കിട്ടുകയില്ല. അതൊരു കാര്യം. രക്ഷിക്കപ്പെട്ട് സഭയ്ക്കകത്തേക്ക് വന്നത് വേർപാടിന്റെ ഉപദേശം കേട്ടല്ല. ഇന്ന് എത്ര പേര് വേർപാടിന്റെ ഉപദേശം കേട്ട്, വിശുദ്ധിയുടെ ഉപദേശം കേട്ട് സഭയ്ക്കകത്തേക്ക് വരുന്നു? ഇല്ലില്ല. അതുകൊണ്ടാണ് അത് മനസ്സിലാക്കി മുൻപോട്ട് പോകാൻ തക്കവണ്ണമാണ് മുൻപോട്ട് പോകുന്നത്. ഓക്കെ, ഞാൻ ആ ഭാഗം വിടുകയാണ്. അപ്പൊ വേർപാടും വിശുദ്ധിയും സഭയ്ക്ക് വേണം, ദൈവജനത്തിന് വേണം. അത് പറഞ്ഞുകൊണ്ടിരിക്കണം. നോഹ പറഞ്ഞതുപോലെ അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ നീ പറഞ്ഞതിനെ ഉറപ്പിക്കാൻ ഒരു ദിവസം ഇറങ്ങി വരും ദൈവം. നീ ദൈവശബ്ദമായി മാറിയാൽ, ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് സംസാരിച്ചാൽ, ആദ്യമൊക്കെ ആളുകൾ നിന്നെ നീ പറഞ്ഞൊന്നും കേൾക്കത്തില്ലായിരിക്കാം. പക്ഷെ ഒരു ദിവസം നീ പറഞ്ഞതിനെ ഉറപ്പിക്കാൻ ദൈവം അന്ന് ഇറങ്ങി വന്നതുപോലെ, നോഹയുടെ കാലത്ത് ഇറങ്ങി വന്നതുപോലെ, മഴ പെയ്യും എന്ന് പറഞ്ഞിട്ട് ആരും കേൾക്കാതിരുന്നപ്പോ ഒരു ദിവസം അവൻ പറഞ്ഞ മഴയെ വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവം ഇറങ്ങി വന്നതുപോലെ, ഓ റിഖാമ ശംതല അറിയാന്തോലാതര, നിന്റെ ഭവനത്തിൽ ആരും കേട്ടില്ലെങ്കിലും, നിന്റെ സഭയിൽ ആരും കേട്ടില്ലെങ്കിലും, നിന്റെ ദേശത്ത് ആരും കേട്ടില്ലെങ്കിലും, എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, നിങ്ങൾ ദൈവശബ്ദമായി മാറ്. ദൈവം പറഞ്ഞത് ഏറ്റുപറ. പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തെന്നാൽ, കർത്താവ് പറഞ്ഞത് ഞാൻ പറയുമെന്ന് പറഞ്ഞാൽ, ആരും കേട്ടില്ലെങ്കിലും ഒരു ദിവസം നീ പറഞ്ഞതിനെ ഉറപ്പിക്കുവാൻ ദൈവം ഒരു ദിവസം ഇറങ്ങി വരും. അന്ന് നീയും നിന്റെ കുടുംബവുമെങ്കിലും രക്ഷപ്പെടും. ഇതും ദൂതാ. അപ്പൊ ഈ യിരെമ്യാവിന്റെ കാലത്ത് അത്ര സുഖമായ കാര്യമല്ല പ്രവാചക ശുശ്രൂഷ. അവൻ പുരോഹിതന്റെ മകനാ, സുഖം പരിപാടിയാ. കാരണം ദേവാലയത്തിൽ ഇരുന്നാൽ മതി, ആൾക്കാർ ഇങ്ങോട്ട് വന്നോളും. എഴുതി വെച്ചത് കാര്യം വായിച്ച് കേൾപ്പിച്ചാൽ മതി, ജനത്തിനൊരു പ്രശ്നമില്ല. പക്ഷെ നിന്നെ പ്രവാചകനായി തെരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യിരെമ്യാവ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ഞെട്ടിപ്പോയി. കാരണം അവനറിയാം ദൈവത്തെ. ദൈവം പറഞ്ഞതൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സംഗതി സീരിയസ് ആവുമെന്ന് അവനറിയാം. കാരണം ആ കാലഘട്ടം ദൈവത്തെ വെറുത്ത കാലഘട്ടമാണ്. ജനം ദൈവത്തിൽ നിന്ന് അകന്നുപോയ കാലഘട്ടമാണ്. അന്യദൈവങ്ങളെ സേവിക്കുന്ന കാലഘട്ടമാണ്. വിഗ്രഹാരാധനയിലേക്ക് പോയ കാലഘട്ടമാണ്. ലോകത്തിലേക്ക് ജനം ഇറങ്ങിയ കാലഘട്ടമാണ്. സ്തുതിക്കുന്നവൻ പോലും, യഹൂദ്യ പോലും സ്തുതിക്കുന്നവൻ പോലും ഇറങ്ങിപ്പോയി ദൈവസന്നിധിയിൽ നിന്ന്. ആരാധനാലയത്തിനകത്തെ ആരാധന നഷ്ടമായി. വിളക്ക് കെട്ടുകിടക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് അവൻ പറഞ്ഞു, പറ്റില്ല, പുരോഹിതനായിട്ട് അങ്ങനെ ഇരുന്നാൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ അപ്പന്റെ മോനാണ്, അപ്പൻ പുരോഹിതനാണ്, അപ്പൊ ഞാനും പുരോഹിതനായിട്ടിരുന്നാൽ കുഴപ്പമില്ല, ആ തെരഞ്ഞെടുപ്പായിരുന്നേ കുഴപ്പമില്ല. പക്ഷെ നിന്നെ പ്രവാചകനാക്കി മാറ്റിയിരിക്കുന്നു. അതും നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഉരുവാകുന്നതിന് മുൻപേ ഞാൻ അതിനു വേണ്ടി വേർതിരിച്ച ജാതികൾക്ക് പ്രവാചകനാക്കി വെച്ചിരിക്കുകയാ എന്നൊക്കെ പറഞ്ഞപ്പോ ആള് ഞെട്ടിപ്പോയി. ആള് പറഞ്ഞു, ഇല്ല, അതിനുള്ള കഴിവൊന്നുമില്ല, ഞാൻ ബാലനാണെന്ന് പറഞ്ഞു. പക്ഷേ ദൈവം പറഞ്ഞു, അങ്ങനെ നീ പറയണ്ട, തെരഞ്ഞെടുത്തത് ഞാനാ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്. ആ ബാലെന്ന് പറഞ്ഞവനെ കൊണ്ടാണ് 104 അധ്യായങ്ങൾ ഈ പുസ്തകത്തിനകത്ത് എഴുതിപ്പിച്ചത്.
രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാർ 22 അധ്യായം, 2 രാജാക്കന്മാരുടെ പുസ്തകം 25 അധ്യായം, വിലാപങ്ങളുടെ പുസ്തകം 5 അധ്യായം, പിന്നെ യിരെമ്യാവിന്റെ പുസ്തകം 104 അധ്യായം, എല്ലാം കൂടെ ചേർത്ത് 104 അധ്യായം എഴുതിപ്പിച്ചു. അവൻ എഴുതിയ പുസ്തകമാണ് രാജാക്കന്മാർ 1, രാജാക്കന്മാർ 2, വിലാപങ്ങളുടെ പുസ്തകം, യിരെമ്യാവിന്റെ പുസ്തകം. ബാലൻ എന്ന് പറഞ്ഞ് മാറിയിരുന്നവനെ കൊണ്ട് ദൈവം എഴുതിപ്പിച്ചു. ഇതാ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. എന്റെയൊക്കെ സന്തോഷം അതാ. മിടുക്കുണ്ടായിട്ടല്ല, വിദ്യാഭ്യാസം ഉണ്ടായിട്ടല്ല, കുടുംബവെച്ചമോ ഉണ്ടായിട്ടല്ല, സാമ്പത്തികം ഉണ്ടായിട്ടല്ല, ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന വലിയൊന്നും ഉണ്ടായിട്ടല്ല. ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ എന്നിലേക്ക് വന്നത്. ദൈവത്തിന്റെ സ്വഭാവത ലോകം എല്ലാ ക്വാളിഫിക്കേഷനും ഉള്ളവനെ തെരഞ്ഞെടുക്കുമ്പോ എന്റെ ദൈവത്തിന്റെ സ്വഭാവം ഒന്നും ഇല്ലാത്തവനെ തെരഞ്ഞെടുത്ത് എല്ലാം ഉള്ളവനാക്കി മാറ്റും. ബാലൻ എന്ന് പറഞ്ഞവനെ തെരഞ്ഞെടുത്ത് 4 പുസ്തകങ്ങൾ എഴുതിപ്പിച്ചു. രാജാക്കന്മാരുടെ 1, രാജാക്കന്മാരുടെ 2, വിലാപങ്ങളുടെ പുസ്തകം, യിരെമ്യാവിന്റെ പുസ്തകം, 4 പുസ്തകം എഴുതിപ്പിച്ചു. 104 അധ്യായം എഴുതിപ്പിച്ചു. ആ അധ്യായത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഇന്ന് പ്രസംഗിക്കുക. ഈ 2025 ആണ്ടിൽ പ്രസംഗിക്കുക. കാലങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇനിയും ആളുകൾ പ്രസംഗിക്കും. കണ്ടോ? അങ്ങനെ കണ്ണുനീരിന്റെ പ്രവാചകനായ ഈ യിരെമ്യാവിനെ കൊണ്ട് ന്യായവിധിയെ കുറിച്ച് പ്രവചിപ്പിച്ചു. അങ്ങനെ നിങ്ങൾ അകന്നു പോയാൽ ന്യായവിധി ഉണ്ടാകും, ശത്രു കയറും. എന്നാൽ നിങ്ങൾ അടുത്തു വന്നാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, യഥാസ്ഥാപനപ്പെടുത്തും. രണ്ടും പ്രസംഗിപ്പിച്ചു. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഈ ഇസ്രായേലിനെ കുറിച്ച് ആണ്. ആ സമയത്താണ് ബാബിലോൺ രാജാവ് വന്ന് ഈ യഹൂദിയെ ആക്രമിക്കുകയും യെരൂശലേമിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ആലയത്തെ ചുട്ടുകരിക്കുകയും ആലയത്തിനകത്തുള്ള പിള്ളേരെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്ത് ആ കാലഘട്ടത്തിലാണ് ഈ പ്രവാചകൻ പറഞ്ഞതാ. പക്ഷെ കേട്ടില്ല. പ്രവാചകൻ പറഞ്ഞ ഇങ്ങനെ ശത്രു കയറും. യോബിന്റെ വീട്ടിൽ ശത്രു കയറിയപ്പോ അഡ്രസ് പോയത് കണ്ടോ? 7000 ആട്, 3000 മട്ടവും, 500 ഏറുകാള, 500 പെണ്ടെഴുത, 10 മക്കളെ എല്ലാം ഒറ്റ സെക്കൻഡിൽ തൂത്തെറിഞ്ഞതുപോലെ, അഡ്രസ് വായിച്ചതുപോലെ. ശത്രു കയറിയാൽ ദൈവം ഇതിലെ തീർത്തു കളയും. ശത്രു കയറാതിരിക്കണമെങ്കിൽ തമ്പുരാൻ അടുത്തു നിൽക്കണം. തമ്പുരാൻ മുമ്പിൽ നിന്നാൽ ശത്രുക്കൾ കയറിപ്പോകും, ഇല്ലെങ്കിൽ ശത്രു കയറും. അത് 2025 അവസ്ഥയ്ക്ക് വ്യത്യാസമൊന്നുമില്ല. യോബിന്റെ കാലത്തെ അവസ്ഥ തന്നെ ഇപ്പോഴും. അവൻ കയറിയാൽ, ശത്രു കയറിയാൽ, ദൈവം മാറിയാൽ ശത്രു കയറും. ശത്രു കയറിയാൽ അഡ്രസ് മാറും. യോബിന്റെ സ്നേഹിതന്മാർ ദൂരെ നിന്ന് അവനെ കണ്ടപ്പോൾ അവനെ തിരിച്ചറിഞ്ഞില്ലെന്ന് പറയുന്നു. കാര്യം എന്താ? അഡ്രസ് പോയി. കണ്ട തിരിച്ചറിയാത്ത രീതിയിൽ അവസാനിപ്പിച്ചു കളഞ്ഞു. സൂക്ഷിക്കണം. അപ്പോൾ ഈ ബാബിലോൺ വന്ന് പിടിച്ചെടുത്തുകൊണ്ട് പോയി. ആ കാലഘട്ടത്തിൽ പ്രവചിച്ച ആളാണ് യിരെമ്യാ പ്രവാചകൻ. ആ കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ് യിരെമ്യാ പ്രവാചകൻ. അദ്ദേഹത്തെ ദൈവാത്മാവ് ഒരു ദിവസം അദ്ദേഹത്തോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് നീ കുശവന്റെ വീട്ടിലോട്ട് പോ. അവിടെ വെച്ചായിരിക്കും ഞാൻ ഇന്ന് എന്റെ വചനങ്ങളെ നിന്നെ കേൾപ്പിക്കുന്നത്. ദൈവം ഇതിലേ എന്ത് സന്തോഷമുള്ള കാര്യമാണ്. ദൈവശബ്ദം കേൾക്കുക എന്ന് പറയുന്നതിനേക്കാൾ വലിയ സന്തോഷം വേറെ ഇല്ല. എന്നെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവശബ്ദം കേൾക്കുക. എല്ലാ നിമിഷവും ദൈവശബ്ദം കേൾക്കുക, ദൈവശബ്ദം പറഞ്ഞു കൊടുക്കുക. എന്റെ മുൻപിൽ വരുന്നവരോട് പ്രാർത്ഥിച്ച്, അനേകർ പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ വിളിക്കുന്നുണ്ട്. ആ വിളിക്കുന്നവരോട് ദൈവശബ്ദം പറഞ്ഞു കൊടുക്കുക, ദൈവത്തിന്റെ അരുളപ്പാട് പറയുക, നിങ്ങളോടുള്ള ദൈവത്തിന്റെ ആലോചന പറയുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിനേക്കാൾ വലിയ സന്തോഷം വേറെ ഇല്ല. 2024 അങ്ങനെയായിരുന്നു. 2025 അതിനുവേണ്ടി കൊതിക്കുകയാണ്. യിരെമ്യാവിനോട് പറഞ്ഞു, ഇന്ന് നീ എന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ നീ ഇവിടുന്ന് എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലണം. നല്ല സ്ഥലമൊന്നും അല്ല കേട്ടോ. നമ്മുടെ പോലത്തെ വലിയ ആലയമൊന്നും അല്ല. എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉള്ള സംവിധാനങ്ങളൊന്നും അവിടെ ഇല്ല. അത് മാത്രമല്ല, ആ വീട്ടിലോട്ട് അങ്ങനെ ആരും പോകാറില്ല. കാര്യം എന്താ? നല്ല ഡ്രസ് ഇട്ടോണ്ട് അവിടെ പോകാൻ പറ്റില്ല. കാരണം ചെളിതെറിക്കും. ഒരു ചക്രം കിടന്ന് കറങ്ങി ആ ചക്രത്തിന്മേൽ ചെളിയുണ്ട്. ആ ചെളി തെറിച്ച് നമ്മുടെ ദേഹത്ത് വരും. നല്ല കാണത്തക്കവണ്ണം ഒന്നും ഇല്ല അവിടെങ്ങും. കുശവന്റെ രൂപം അത്ര ഭംഗിയുള്ളതല്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ നമ്മുടെ സ്റ്റാൻഡേർഡിന് ചേരുന്ന കാര്യമൊന്നും അല്ല അവിടെ. പക്ഷെ ദൈവം പറയാ, നീ അവിടെ പോയെങ്കിലേ ഇന്ന് ദൈവശബ്ദം കേൾക്കുകയുള്ളൂ. ഞാൻ നിന്നോട് സംസാരിക്കണമെങ്കിൽ നീ അവിടെ പോകണം. അവിടെ വെച്ച് ഞാൻ എന്റെ ശബ്ദം നിന്നെ കേൾപ്പിക്കുമ്പോൾ എത്ര അനുഗ്രഹിക്കപ്പെട്ട വീടെന്നറിയാം ആ കുശവന്റെ വീട്. ദൈവവചനം കേൾപ്പിക്കുന്ന വീട്, എന്നെ കേൾക്കുന്ന ദൈവത്തിലെ അത് അനുഗ്രഹിക്കപ്പെട്ട വീടാ. ദൈവശബ്ദം കേൾപ്പിക്കുന്ന വീട് അനുഗ്രഹിക്കപ്പെട്ട വീടാ. എന്റെ വീട് അനുഗ്രഹിക്കപ്പെട്ട വീടാ. കാരണം ഒരാഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും 3 ദിവസമെങ്കിലും ഞാൻ പ്രസംഗിക്കാറുണ്ട്. പ്രസംഗിക്കുന്നത് ദൈവവചനമാണ്. അതുകൊണ്ട് ഈ വീട് അനുഗ്രഹിക്കപ്പെട്ട വീടാണ്. ദൈവശബ്ദം കേൾപ്പിക്കുന്ന വീട് 2025 അനുഗ്രഹിക്കപ്പെടും. കാരണം വീഴുന്നത് വിത്താണ്. ആ വിത്ത് മണ്ണിട്ട് ആര് ചവിട്ടി താഴ്ത്തിയാലും അതിനകത്തുനിന്ന് മുള പുറത്തു വരും, ഫലം പുറത്തു വരും.
എന്നെ കേൾക്കുന്ന യുവക്കളെ, നിങ്ങളുടെ വീട് ദൈവശബ്ദം കേൾപ്പിക്കുന്ന വീടായി മാറട്ടെ. ദൈവശബ്ദം കേൾക്കുന്ന വീടായി മാറട്ടെ. ചുമ്മാതിരിക്കുമ്പോൾ ദൈവവചനം നിങ്ങളുടെ ഭവനത്തിനകത്ത് ശബ്ദമായി മാറട്ടെ. ദൈവശബ്ദം കേൾക്കണം എപ്പോഴും. അത് ഉറക്കെ വെക്കണം. ആ മുറിക്കകത്തെല്ലാം ദൈവശബ്ദം മുഴങ്ങട്ടെ. കിട്ടുന്ന അവസരങ്ങൾ ദൈവശബ്ദം പാസ് ചെയ്യണം. അത് ഷെയർ ചെയ്യണം. അത് ഷെയർ ചെയ്താൽ അത് നീയും ദൈവശബ്ദം കേൾപ്പിക്കുന്നവനായി മാറുകയാണ്, അനുഗ്രഹിക്കപ്പെടുകയാണ്. എന്താ ഈ കുശുവന്റെ വീടിന് അഡ്രസ് ഉണ്ടോ? ആരെങ്കിലും ഇവന്റെ വീട് ആ ദേശത്തിന് വലിയ വീടാന്ന് പറയാറുണ്ടോ? ഏതെങ്കിലും പ്രാധാന്യം ആ ദേശത്ത് ഈ കുശവന്റെ വീടിനുണ്ടോ? പക്ഷെ ഇന്നും ആ കുശവന്റെ വീട് നമ്മൾ പ്രസംഗിക്കാൻ കാര്യം എന്താ? അത് ദൈവശബ്ദം കേൾപ്പിക്കുന്ന വീടാ. അവൻ പീച്ചടിക്കാരനായതുകൊണ്ടല്ല, അവൻ നല്ല വസ്ത്രം ധരിച്ച് നല്ല വാഹനങ്ങൾ അവന്റെ വീടിന് മുമ്പിൽ ഉണ്ടായതുകൊണ്ടല്ല, അവന് സാമൂഹ്യ പശ്ചാത്തലങ്ങളൊന്നും ഉണ്ടായതുകൊണ്ടല്ല, പിന്നെയോ ദൈവശബ്ദം കേൾപ്പിക്കുന്ന വീടായി മാറിയതുകൊണ്ടാ, ദൈവത്തിന്റെ അരുളപ്പാടുള്ള വീടായി മാറിയതുകൊണ്ട് ഇന്നും അത് പ്രസംഗിക്കുകയാണ് 2025-ലും. അതുകൊണ്ട് നമ്മുടെ ഭവനം ദൈവശബ്ദം കേൾപ്പിക്കുന്ന ഭവനമായി മാറണം. അപ്പോൾ അങ്ങോട്ട് നീ പോകണമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോ യെരമ്യാവ് അനുസരിക്കുന്നവനെ, കാരണം ദൈവം തെരഞ്ഞെടുത്തവൻ അനുഗമിക്കുന്നവനാ. അവൻ അവിടെ ചെന്നപ്പോ ചില കാഴ്ചകൾ കാണുകയാണ്. അതാണെന്ന് നിങ്ങളോടുള്ള ദൂതായിട്ട് പറയുന്നത്. ചില കാഴ്ചകൾ കാണുക. എന്താ കാഴ്ച? ഒരു കുശവനിരുന്ന് ഒരു സാധുവായ ഒരു മനുഷ്യൻ, ദേഹത്ത് മുഴുവൻ ചെളി തെറിച്ച്, അല്ലെങ്കിൽ കൈ മൊത്തം ചെളിയായി വേർത്ത് ഒരു കുശവനിരുന്ന് പണിയാണ്. അവന്റെ മുമ്പിൽ ഒരു ചക്രമുണ്ട്. ആ ചക്രത്തിന് മേൽ ചെളിയുണ്ട്. ചെളി, കളിമണ്ണുണ്ട്. കളിമണ്ണ് അത്ര ഭംഗിയുള്ള മണ്ണല്ലത്. ആർക്കും ഇഷ്ടം തോന്നുന്ന മണ്ണല്ലത്. എല്ലാവരും ഉപേക്ഷിച്ച ഒരു മണ്ണ്, എല്ലാവരും ചവിട്ടി തെച്ച് നടന്നുപോയ ഒരു മണ്ണ്, വളരെ നിറം കുറഞ്ഞ ഒരു മണ്ണ്, ആർക്കും ഉപയോഗമായി കാണാത്ത ഒരു മണ്ണ്, ആരുടെയും ദേഹത്ത് പറ്റാൻ താല്പര്യമില്ലാത്ത ഒരു മണ്ണ്. അത് കുശവന്റെ കയ്യിൽ ഇരുന്ന് കറങ്ങുന്നു, അവന്റെ ചക്രത്തിൽ നിന്ന് കറങ്ങുന്നു. അത് തെറിച്ചു പോകാതെ കുശവന്റെ വിരലുകൾ ആ കളിമണ്ണിൽ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കാഴ്ചയെ കാണുന്നത്. ഈ കാഴ്ചക്കകത്തോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ അവനോട് സംസാരിക്കുകയാ. ഒന്ന്, തകർന്നതിനെ പണിയുന്ന ഒരു ദൈവം. തകർന്നതിനെ പണിയുന്ന ഒരു ദൈവം. 2025-ൽ ആരെങ്കിലും തകർന്നിരിക്കുന്നെങ്കിൽ, ആരെങ്കിലും ഒറ്റപ്പെട്ട് ജീവിക്കുന്നെങ്കിൽ, ആരെങ്കിലും അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അവഗണിക്കപ്പെട്ട നിന്നെ, പരിഹസിക്കപ്പെട്ട നിന്നെ പരിഗണിക്കുന്ന ഒരു ദൈവത്തെ 2025-ൽ നിനക്ക് കാണാൻ കഴിയും. യെരമ്യാവ് കാണുന്ന കാഴ്ച, തകർന്നതിനെ പണിയുന്ന ഒരു ദൈവം, ഉടഞ്ഞതിനെ പണിയുന്ന ഒരു ദൈവം, ആരും പരിഗണിക്കാത്ത, പരിഹസിക്കപ്പെടുന്നതിനെ പരിഗണിക്കുന്ന ഒരു ദൈവം. ഈ കുശവനെ നിങ്ങൾ ദൈവവുമായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചേ. ഇന്ന് ഈ സമയത്ത് നിങ്ങൾ ഉടഞ്ഞിരിക്കുകയാണെങ്കിൽ, തകർന്നിരിക്കുകയാണെങ്കിൽ, ഭാരത്തോടെ ഇരിക്കുകയാണെങ്കിൽ ഭാരപ്പെടണ്ട. നിങ്ങൾ ഇരിക്കുന്നത് കുശവന്റെ കയ്യിലാണ്, ദൈവത്തിന്റെ കയ്യിലാണ്. ഒരുപക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെ വളരെ ഭാരമേറിയതായിരിക്കാം, വേദനയുള്ളതായിരിക്കാം, തകർന്നതായിരിക്കാം, ഉടഞ്ഞ അനുഭവമായിരിക്കാം, നിന്ദിക്കപ്പെട്ട അനുഭവമായിരിക്കാം, അപമാനിക്കപ്പെട്ട അനുഭവമായിരിക്കാം, പരിഹസിക്കപ്പെടുന്ന അനുഭവമായിരിക്കാം. എന്നാലും ദൈവപൈതലെ ദൈവാത്മാവ് ദൂത് കൈമാറുകയാണ്. എന്നാലും നീ ഇരിക്കുന്നത് ദൈവത്തിന്റെ കയ്യിലാണോ? കുശവന്റെ കയ്യിലാണോ? ഇന്ന് എന്നെ ദൂരത്തും ഛായത്തുമായി കേൾക്കുന്നവർ, അടുത്ത ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്നവർ, നിങ്ങൾ വേദനിക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ, അപമാനിക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ, മുൻപോട്ട് എങ്ങനെ പോകണമെന്നറിയാതെ തകർന്നിരിക്കുകയാണെങ്കിൽ, ഉടഞ്ഞ രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ, ആരും പരിഗണിക്കാതിരിക്കുകയാണെങ്കിൽ, പരിഹസിക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ, ഇന്ന് ഈ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ചെവിയിൽ പറയുന്നു, പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, ഭാരപ്പെടേണ്ട, നിങ്ങൾ ഇരിക്കുന്നത് ദൈവത്തിന്റെ കയ്യിലാണ്. ആ ദൈവത്തിന്റെ പ്രത്യേകത, അവൻ പരിഹസിക്കപ്പെട്ടവനെ പരിഗണിക്കുന്ന ദൈവമാണ്. അവൻ തകർന്നവനെ എടുത്തു കളയാതെ, ഉടഞ്ഞതിനെ എടുത്ത് ദൂരെ കളയാതെ വീണ്ടും എടുത്ത് പണിയുന്നവനാണ്. ലോകത്തിൽ ആരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയാലും സന്തോഷിക്കണം. ഈ ഒറ്റപ്പെടുന്നത് ഒരു സന്തോഷം കൂടണം. ഈ വേദനകൾ വർദ്ധിക്കുന്ന ഒരു സന്തോഷം കൂടണം. ഞാൻ 31-ാം തീയതി ഞാനും കുടുംബമായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു,
എല്ലാ ജയത്തിനും നന്ദി, എല്ലാ തോൽവികൾക്കും നന്ദി, പരിഗണിച്ചതിന് നന്ദി, അവഗണിച്ചവർക്കും നന്ദി, തന്നവർക്കും നന്ദി, തരാതെ കൈവലിച്ചവർക്കും നന്ദി. കാരണം അവിടെ എല്ലാം ജയം അനുഭവിച്ചു, അവിടെയെല്ലാം ജയോത്സവമായി ദൈവം നടത്തി. നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ അവൻ ചേർത്ത് നിർത്തും. നിന്റെ ഹൃദയത്തിൽ വേദന ഉണ്ടാക്കുമ്പോൾ അവൻ നിന്റെ അടുക്കൽ വരും. കാരണം വചനം മാറുകയില്ല. ഹൃദയം നുറുങ്ങുമ്പോഴൊക്കെ യഹോവ ഏറ്റവും അടുത്ത സമീപസ്ഥൻ. കൊട്ടാരത്തിലേക്കല്ല ഇരിമ അവനെ അയച്ചത്, കുശവന്റെ വീട്ടിലേക്കാ, തള്ളപ്പെട്ടവന്റെ വീട്ടിലേക്കാ, ഒറ്റപ്പെട്ടവന്റെ വീട്ടിലേക്കാ, സഹായിപ്പാൻ ആരുമില്ലാത്തവന്റെ വീട്ടിലേക്കാ, ഉടനെ പണിതവന്റെ വീട്ടിലേക്കാ, ആർക്കും വേണ്ടാത്തതിനെ കയ്യിലെടുക്കുന്നവന്റെ വീട്ടിലേക്കാണ്. എന്റെ ദൈവത്തിന്റെ സ്വഭാവം അതാണ്. അവൻ കുശവനിലൂടെ അവനെ തന്നെ വെളിപ്പെടുത്തുകയാ. 2025 എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആലയ കുശവൻ അവനെ തന്നെ വെളിപ്പെടുത്തുകയാണ്. കുശവനിലൂടെ അവനെ തന്നെ നിന്റെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. നിന്റെ ജീവിതത്തിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതിനനുസരിച്ച് അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഇപ്പോഴും അവന്റെ കയ്യിലാണ്. നീ കളറില്ലാതിരിക്കുമ്പോഴും, ഇരുണ്ടിരിക്കുമ്പോഴും, വേദനയോടിരിക്കുമ്പോഴും, ഉടഞ്ഞിരിക്കുമ്പോഴും, തള്ളപ്പെട്ടിരിക്കുമ്പോഴും ഒക്കെ നീ ദൈവത്തിന്റെ കയ്യിലാ. അയ്യോ പാസ്റ്റർക്ക് അറിയത്തില്ല എന്റെ വിഷയം. ആ വിഷയം ഉള്ളപ്പോൾ തന്നെ നീ ദൈവത്തിന്റെ കയ്യിലാണ്. ഒന്ന്, നീ ദൈവത്തിന്റെ കയ്യിലാണ്. രണ്ട്, ഈ കളിമണ്ണിനെ കുറിച്ച് ലോകത്തിലെ ഒരുത്തനും ഒന്നും തോന്നുന്നില്ലെങ്കിലും, നീ എന്തായിത്തീരുമെന്ന് അവർക്കാർക്കും അറിയത്തില്ലെങ്കിലും, നീ ഒന്നും ആവത്തില്ലെന്ന് ഈ കളിമണ്ണിനെ നോക്കിക്കൊണ്ട് എല്ലാവരും പറഞ്ഞാലും ഭാരപ്പെടണ്ട. നിന്നെ കുറിച്ച് ഒരു സ്വപ്നം ഈ കയ്യിലെടുത്തവന്റെ അകത്തുണ്ട്. കളിമണ്ണ് കയ്യിലെടുത്തവന്റെ അകത്ത് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് ലോകത്തിലെ ആർക്കും അറിയില്ല. ഞാൻ എന്തായിത്തീരുമെന്ന് ലോകത്തിലെ ഒരു കുഞ്ഞിനറിയില്ല. എന്റെ ജയം അതാണ്, എന്റെ സന്തോഷം അതാണ്. എന്റെ തലമുറ ആരായി തീരുമെന്ന് ഈ ലോകത്തിൽ ഒരാൾക്കും അറിയത്തില്ല. ലോകം മുഴുവൻ പറയട്ടെ അവരൊന്നും ആകത്തില്ലെന്ന്. പക്ഷേ അവർക്കറിയാത്തൊരു കാര്യം എനിക്കറിയാം. എന്റെ ദൈവത്തിന്റെ കയ്യിലാണ് അവർ. അവരെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവസഭയെ, ദൈവമക്കളെ, നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ലോകത്തിലെ ആർക്കും അറിയില്ല. അത് കുശവന് മാത്രമേ അറിയത്തുള്ളൂ. ഈ കളിമണ്ണ് കയ്യിലെടുത്ത് വെക്കുമ്പോൾ, ആ കുശവൻ നിന്നെ നോക്കുമ്പോൾ, നിന്നെ കുറിച്ചൊരു ബ്ലൂ പ്രിന്റ് അവന്റെ കയ്യിലുണ്ട്. നിന്നെ ആരാക്കാമെന്നുള്ള ഒരു പ്ലാൻ അവന്റെ കയ്യിലുണ്ട്. നീ ആരായി മാറുമെന്നുള്ള ഒരു പദ്ധതി അവന്റെ കയ്യിലുണ്ട്. അത് അവന്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. അത് പുറത്താർക്കും അറിയില്ല. അതാണ് നമ്മുടെ ജയം. നിന്റെ തലമുറ എന്തായിത്തീരുമെന്ന് ചിന്തിക്കുന്നത്, എന്തായിത്തീരുമെന്ന് പറയേണ്ടത് പിശാചല്ല. നിന്റെ തലമുറ എന്തായിത്തീരുമെന്ന് പറയേണ്ടത് ലോകമനുഷ്യരല്ല. നിന്റെ തലമുറ എന്തായിത്തീരുമെന്ന് പറയേണ്ടത് നിനക്കെതിരെ നിൽക്കുന്നവരല്ല, പിന്നെയോ നിന്റെ ദൈവമാണ്. അവൻ 29 അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി. ഇരിമ്യാവ് 29 അധ്യായം 11 വാക്യമാണെന്ന് തോന്നുന്നു. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഞാൻ അറിയുന്നു. ആ നിരൂപണങ്ങൾ തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കത്രയെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. അങ്ങനല്ലേ ഇവിടെ കൊടുത്തേക്കുന്നത്? അങ്ങനെ കൊടുത്തേക്കുന്നത്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭമായി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്ക്. പേടിക്കുന്ന എന്തിനാ? 2025 സന്തോഷത്തോടെ ദൈവത്തിന് കൂടുതൽ സ്തോത്രം ചെയ്തുകൊണ്ട് നടക്കണം. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നടക്കുക. കാരണം നിന്നെ കുറിച്ചുള്ള പദ്ധതി ലോകത്താർക്കും അറിയത്തില്ല. അത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അത് തിന്മയ്ക്കല്ല, നന്മയ്ക്കായുള്ള പദ്ധതിയാണ്. ഈ ലോകമനുഷ്യരാരെങ്കിലും ഈ വീട്ടിൽ വന്നാൽ, ഈ കുശവന്റെ വീട്ടിൽ വന്നാൽ, ഈ ചക്രത്തിന് മേലെ ഈ കുശവന് കിടന്ന് ഇങ്ങനെ പണിഞ്ഞുകൊണ്ടിരിക്കുക. ചക്രത്തിനകത്ത് കിടന്ന് ഇവൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. കളിമണ്ണ് കിടന്ന് കറങ്ങുക. നീ കറങ്ങുമ്പോഴും അയ്യോ ബസ്സേ കറങ്ങുക, എങ്ങും എത്തുന്നില്ല ബസ്സേ കറങ്ങുമ്പോഴും നീ സന്തോഷിച്ചോണം, നീ ദൈവത്തിന്റെ കയ്യിലാ. ഈ ബസ്സേ തലമുറയുടെ കാര്യം ഒന്നും ആയിട്ടില്ല. അവർ കറങ്ങുമ്പോഴും അവർ ദൈവത്തിന്റെ കയ്യിലാ. പറ, എന്റെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ കയ്യിലാ. അവരെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കാണ്. എത്ര പേര് ഈ ദൂത് ഏറ്റെടുക്കും? എന്നൊരു പ്രസംഗമല്ല, ദൂതാണ്. ഞാൻ ദൂത് പറയുന്ന ആളാണ്, പ്രവാചകനാണ്.
നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പ്രവാചകനാണ്. ദൈവവൈതലേ, നിന്റെ തലമുറ കറങ്ങാണ്, എങ്ങും എത്തുന്നില്ല, അവരുടെ കാര്യമൊന്നും ആയിട്ടില്ല. ഭാരപ്പെടാതെ ഈ വാഗോണ്ട് പറ, അവർ ദൈവത്തിന്റെ കയ്യിലാണ്. ഈ ചക്രത്തിന്റെ മേൽ കിടന്ന് ഈ കറങ്ങുമ്പോഴും എന്താ തെറിച്ചു പോകാത്തേ? തെറിച്ചു പോകാതിരിക്കാൻ കാരണം എന്താ? കറങ്ങുമ്പോഴും കറക്കം വർദ്ധിക്കുമ്പോഴും ഒരു വിരലിൽ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുക. അതാരുടെ വിരല? മണ്ണിന്റെ മേൽ കുശവന്റെ വിരൽ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്തോഷമില്ലേ നിങ്ങൾക്ക്? നാം ഇരിക്കുന്നത് ദൈവത്തിന്റെ കയ്യിലാണ്. കുശവന്റെ വിരൽ മണ്ണിന്റെ മേൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നീ തെറിച്ചു പോയിട്ടില്ല. ഇപ്പോഴും നീ കറങ്ങിക്കൊണ്ടിരിക്കില്ല, നിന്റെ തലമുറ കറങ്ങിക്കൊണ്ടിരിക്കുക. ഭാരപ്പെടാതെ, അവർ തെറിച്ചു പോയിട്ടില്ല, അവർ ദൂരെ പോയിട്ടില്ല. അവരിപ്പോഴും അവന്റെ കയ്യിലാണ്, അവന്റെ കയ്യിലാണ്, കുശവന്റെ കയ്യിലാണ്. നിന്റെ തലമുറ, നിന്റെ കുടുംബം കുശവന്റെ കയ്യിലാണ്, നിന്റെ ഭാവി കുശവന്റെ കയ്യിലാണ്. ഇപ്പോഴും അവൻ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, രൂപം വന്നുകൊണ്ടിരിക്കുകയാണ്, അവന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഈ വെളിയിൽ നിന്ന് നോക്കുന്ന ഒരുത്തന് നോക്കുമ്പോൾ പെട്ടെന്ന് സംഭവിച്ചത് ഒരു നല്ലൊരു രൂപമായിട്ടൊക്കെ വന്നതായിരുന്നു, പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞുപോയി. കുശവന്റെ കയ്യിൽ ഏതാണ്ട് ഒരു നല്ല രൂപം പോലൊക്കെ വന്നതായിരുന്നു. വ്യക്തമായില്ലെങ്കിലും വെളിയിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് നല്ലൊരു രൂപമൊക്കെ വന്നാലും പെട്ടെന്ന് ഉടഞ്ഞുപോയി. എന്റെ സന്തോഷം അതാ, ഉടഞ്ഞു പോയാലും ഭാരപ്പെടേണ്ട കാര്യമില്ല. ഈ ഉടഞ്ഞു പോകുമ്പോ ഈ കണ്ടോണ്ടിരിക്കുന്നവൻ പറയും, ഓ കുഴപ്പമില്ല, പോയി പോയി, എല്ലാം പോയി, തലമുറ പോയി, അവന്റെ ഭാവി പോയി, തോറ്റുപോയി. അത് വെളി നിൽക്കുന്നവൻ പറയട്ടെ, അത് കേട്ടോണ്ട് നീ കരയണ്ട. കാരണം എന്റെ കർത്താവ്, നീ ഇടയ്ക്ക് അവന്റെ കയ്യിലിരുന്ന് തോറ്റുപോയാലും നീ പേടിക്കേണ്ട കാര്യമില്ല. അവൻ തോറ്റതിനെ എടുത്ത് കളയത്തില്ല, അവൻ ഉടഞ്ഞതിനെ എടുത്ത് കളയത്തില്ല. ഞാൻ എന്റെ തലമുറ പറയാറുണ്ട്, തോറ്റാലും വിഷയമല്ല, ഇടയ്ക്കൊക്കെ തോക്കണം. നമ്മളാരും പെർഫെക്റ്റ് അല്ല. തോറ്റാലും നിന്നെ എന്റെ തമ്പുരാൻ കളയല്ല, നിന്നെ കളയല്ല. ഈ ചക്രത്തിന്മേൽ എടുത്ത് മാറ്റുകയല്ലെന്ന്, അവന്റെ വിരലിൽ നിന്ന് നിന്നെ മാറ്റുകയല്ല, അവൻ അടുത്ത പണി തുടങ്ങും നിന്നെ. ശത്രു പറയട്ടെ, ഓ തോറ്റുപോയി, ഇനിയും കുഴപ്പമില്ല, ഭാവിയില്ല, പോയി, എല്ലാം പോയി, ഉപകാരമില്ല, ജീവിതം പോയി എന്നൊക്കെ ശത്രു പറയട്ടെ. അത് കേട്ടിട്ട്, അല്ലെങ്കിൽ നിന്റെ അയൽവക്കാരൻ പറയട്ടെ, അല്ലെങ്കിൽ നിന്റെ കൂടെ പ്രാർത്ഥിക്കുന്നവൻ പറയട്ടെ, ആരെങ്കിലും ഒക്കെ പറയട്ടെ, എന്റെ ബന്ധുക്കൾ പറയട്ടെ, നീ അത് കേട്ടിട്ട് ഭാരപ്പെടാതെ പറ, അന്നേരം പറ, ഇപ്പോഴും എന്റെ കുഞ്ഞെന്റെ കർത്താവിന്റെ കയ്യിലാ, ഇപ്പോഴും എന്റെ കുടുംബം എന്റെ കർത്താവിന്റെ കയ്യിലാ. അവൻ നീ പറഞ്ഞതുപോലെ എടുത്തു കളയുന്നവനല്ല, അവൻ വീണ്ടും പണിയുന്നവനാണ്. എത്ര പേർക്ക് ഈ ദൂത് ബലമായി മാറുന്നുണ്ട്? ആമേൻ പറ. എന്റെ കുടുംബം ഇപ്പോഴും തമ്പുരാന്റെ കയ്യിലാണ്. ഞങ്ങളത് തോറ്റാലും ഉടഞ്ഞാലും വിടത്തില്ല ദൈവം, വിടത്തില്ല ദൈവം. വിടത്തില്ല എന്റെ ദൈവം, അവൻ വീണ്ടും പണിയും. അതുകൊണ്ടൊന്ന് തോറ്റാലും കുഴപ്പമില്ല, ഒന്ന് ഉടഞ്ഞാലും കുഴപ്പമില്ല. ഹലോ, ഉടഞ്ഞാലും പറയും. നീ ഇരമ്യാവിന് പറയാനുള്ള കാര്യം ഇല്ലില്ലില്ല, കുശവന് പറയാനുള്ള കാര്യം ഇല്ലില്ല. ലോകം എടുത്തു കളയുന്നത് പോലെ, തോറ്റവനെ എടുത്തു കളയുന്നത് പോലെ, ഉടഞ്ഞവനെ എടുത്തു കളയുന്നത് പോലെ ഞാൻ എടുത്തു കളയില്ല. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. ദൈവാത്മാവ് പറയുന്നു, നിന്റെ തലമുറ ഉടഞ്ഞിരിക്കുകയാണോ? ഉടഞ്ഞു പോയോ? ഭാരപ്പെടാതെ വാവുകൊണ്ട് പറ, ഇപ്പോഴും അവൻ തമ്പുരാന്റെ കയ്യിലാണ്. അവനെ വീണ്ടും പണിയും, അവൻ എന്റെ തലമുറയെ വീണ്ടും പണിയും. സ്വല്പനേരം കഴിയുമ്പോൾ തീർന്നു എന്ന് പറഞ്ഞവർ കാണത്തക്കവണ്ണം അവനൊരു മനോഹര പാത്രമായി മാറും. അവൻ ഷോക്കേസിനകത്ത് എല്ലാവർക്കും കാണത്തക്കവണ്ണുള്ള ഒരു പ്രദർശന വസ്തുവായി മാറും. എല്ലാവരുടെയും കണ്ണിന് കുളിർമയുള്ള ഒരു അനുഗ്രഹ വസ്തുവായിട്ട് അവൻ മാറും. ദൈവം എന്താണോ ആഗ്രഹിച്ചത്, ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് ദൈവം അവനെ കൊണ്ടുവരും. 2025 പരിശുദ്ധാത്മാവ് തന്ന ദൂത് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. നീ ദൈവത്തിന്റെ കയ്യിലാണ്, നീ ദൈവത്തിന്റെ പദ്ധതിയാണ്. നിന്റെ കുടുംബം ദൈവത്തിന്റെ പദ്ധതിയാണ്, നിന്റെ തലമുറ ദൈവത്തിന്റെ പദ്ധതിയാണ്. അവർ ഒന്നും ആയില്ലെങ്കിൽ ഭാരപ്പെടേണ്ട, അവരിപ്പോഴും ദൈവത്തിന്റെ കയ്യിലാണ്. അവർ കറങ്ങി ഒരേ സ്ഥലത്ത് ഇല്ല, അവർ ദൈവത്തിന്റെ കയ്യിലാണ്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 2025 നീ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ പോകുകയാണ്. നിന്റെ സ്ഥിതിക്ക് മാറ്റം വരാൻ പോകുകയാണ്. ഒരു കൊയ്ത്ത് നിന്റെ വീട്ടിൽ വെളിപ്പെടാൻ പോകുകയാണ്. നിന്റെ തലമുറ കൊയ്ത്തിലേക്ക് പോകാൻ പോകുകയാണ്. അവർ ദൈവം ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് ദൈവം അവരെ കൊണ്ടുപോകാൻ പോകുകയാണ്. എത്ര പേരെ ഏറ്റെടുക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവിന്റെ ദൂത് ഞാൻ കൈമാറുകയാണ്.
ഉടഞ്ഞതിനെ കളയാത്ത, തകർന്നതിനെ കളയാത്ത, പരിഹസിക്കുന്നതിനെ, പരിഗണിക്കപ്പെടാത്തതിനെ പരിഗണിക്കുന്ന ഒരു ദൈവത്തിന്റെ കയ്യിലാണ്. കണ്ണുകളെ അടയ്ക്കാം. കണ്ണുകളെ അടച്ചാട്ടെ. എന്റെ ദൈവം സാധ്യതയുള്ളിടത്ത് ഇച്ചിരിയുടെ സാധ്യത പ്രവചിക്കുന്ന ഒരാളല്ല. അസാധ്യമായിടത്ത് സാധ്യത പ്രവചിക്കുന്ന ആളാണ്. ഒരിക്കൽ കൂടെ പറയാം, സാധ്യത ഉള്ളവരിടത്ത് സ്വല്പം കൂടെ സാധ്യത പറയുന്ന ആളല്ല ദൈവം. ഈ പുസ്തകം അസാധ്യമായിടത്ത് സാധ്യത പ്രവചിക്കുന്ന പുസ്തകമാണ് ഞാൻ പ്രസംഗിക്കുന്ന ഈ വിശുദ്ധ വേദ പുസ്തകം. അബ്രഹാമിന്റെ പിതാവ് തേരഹിന് 3 പുത്രന്മാരാണ്. ഒന്നാമത്തേതിന്റെ പേര് നാഹോര്, രണ്ടാമന്റെ പേര് ഹാരാൻ, മൂന്നാമന്റെ പേര് അബ്രഹാം. നാഹോറിന് തലമുറയുണ്ട്, ഹാരാന് തലമുറയുണ്ട്, ലോത്ത്. അബ്രഹാമിന് തലമുറയില്ല. അബ്രഹാമിന് ഇപ്പോൾ 75 വയസ്സായി, തലമുറ ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. എന്നാൽ നാഹോറിന് കുഞ്ഞുണ്ട്, ഹാരാന് കുഞ്ഞുണ്ട്. ആ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളവനെ മാറ്റി നിർത്തിയിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലാത്തവനെ മുൻപോട്ട് വിളിച്ചിട്ട് ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ ബഹുജാതികൾക്ക് പിതാവാക്കി മാറ്റും. എന്റെ ദൈവം സാധ്യതയുള്ള നാഹോറിനോട് നിനക്കിനി തലമുറ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടില്ല. ഹാരാനോട് നിനക്കിനി തലമുറ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ തലമുറയില്ലാത്ത, തലമുറ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത, 100% അസാധ്യമായ അബ്രഹാമിനെ വിളിച്ചു മുമ്പിൽ നിർത്തിയിട്ട് നിന്നെ ഞാൻ ബഹുജാതികൾക്ക് പിതാവാക്കി മാറ്റുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ, അത് 100ാമത്തെ വയസ്സിൽ അസാധ്യമായത് സാധ്യമാക്കി മാറ്റിയെങ്കിൽ, എന്നെ കേൾക്കുന്ന വഴിയിലെ നിന്റെ തലമുറയെ മാനിക്കാൻ എന്റെ ദൈവം ശക്തനാണ്. നീ നിന്റെ തലമുറയെ അനുഗ്രഹിക്ക്. അവരെ ദൈവം ഒരു വലിയ വലിയ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകും. അവർ ദൈവത്തിന്റെ പദ്ധതിയാണ്. അവർ ഇപ്പോഴും ദൈവത്തിന്റെ കയ്യിലാണ്. ഇന്ന് എനിക്ക് അസാധ്യമാണെങ്കിലും അവർ ദൈവത്തിന്റെ കയ്യിലാണ്. സാധ്യമാക്കുന്ന ഒരു ദൈവത്തിന്റെ കയ്യിലാണ്. കണ്ണുകളെ അടച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ ദൂതിന് മുമ്പിൽ എത്ര പേർ സമർപ്പിക്കും? ഇന്ന് കേൾക്കുന്നവരും ഈ കേൾക്കുന്നവർക്കും സമർപ്പിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്റെ മേലുള്ള അധികാരത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഞാൻ വിശ്വസിക്കുന്ന യേശു കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. എന്നെ അത്ഭുതകരമായി നടത്തിയ ദൈവമാണ്. ഇന്നും അത്ഭുതകരമായി നടത്തുന്ന ദൈവമാണ്. അത്ഭുതങ്ങളുടെ ദൈവം നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. ഈ വചനം നിങ്ങളുടെ അകത്ത് കയറിയെങ്കിൽ, ഈ ദൂത് നിങ്ങളുടെ അകത്ത് കയറിയെങ്കിൽ, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്ക്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസപിതാവേ, ഈ 2025 ആണ്ടിന്റെ ആരംഭ ദിവസങ്ങളിൽ കർത്താവെ, അടിയന് ദൈവശബ്ദമായിട്ട് അങ്ങയുടെ അരുളപ്പാടുമായിട്ട് അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ അവസരം തന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനായി കർത്താവെ, ഈ ഒക്ലഹോമ പ്രയർ എന്നെ കർത്താവ് ഉപയോഗിച്ചതിനായി സ്തോത്രം. അതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്നവരെ കർത്താവ് തെരഞ്ഞെടുത്തതിനായി സ്തോത്രം. ഇതിൽ ലീഡ് ചെയ്യുവാൻ ദാസിമാരെ കർത്താവ് തെരഞ്ഞെടുത്തതിനായി സ്തോത്രം. ഇതിൽ കടന്നു വരുവാൻ നിന്റെ മക്കളെ ഉത്സാഹിപ്പിച്ചതിനായി സ്തോത്രം. കേട്ട ദൈവത്തിന്റെ ദൂതിന്റെ അരുളപ്പാടിന് മുൻപിൽ സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങളെ ദൈവകരങ്ങളിലേക്ക് കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങയുടെ കരങ്ങളിൽ ഇരിക്കുന്ന കർത്താവെ, ഈ ജീവിതങ്ങളെ കർത്താവ് പണിയുന്നതിനായി സ്തോത്രം. അങ്ങയുടെ സ്വപ്ന പൂർത്തീകരണത്തിലേക്ക് കർത്താവ് കൊണ്ടുവരുന്നതിനായി സ്തോത്രം. ഈ 2025 കർത്താവിന്റെ വരവ്, അങ്ങയുടെ വരവ് താമസമെങ്കിൽ കർത്താവെ, ഈ വാഗ്ദത്ത നിവർത്തി ഞാൻ അവരുടെ മേൽ പകർന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എന്റെ മേലുള്ള അധികാരത്തിലും അഭിഷേകത്തിലും ഈ ജനത്തെ ഞാൻ അതിനായി, ഈ തലമുറകളെ അതിനായിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് പിടിച്ചേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ ഞങ്ങളുടെ മുൻപിൽ കർത്താവ് ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ നാമത്തിൽ ഞാൻ ഈ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കുകയാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും, അവരുടെ നന്മ നിങ്ങൾ അനുഭവിക്കും. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കും. മുഴുവൻ മഹത്വവും യേശു കർത്താവിന് മാത്രം അർപ്പിക്കുന്നു. ദൈവസന്നിധിയിൽ അടിയനെ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.